ഡോക്ടർ ലക്ഷ്മി എന്ന പേഷ്യന്റിന് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ആണോ അതോ പൗഡർ മസാജ് ആണോ? ലക്ഷ്മിയുടെ ട്രീറ്റ്മെന്റ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പല എണ്ണയും മാറി മാറി ഉപയോഗിച്ചിട്ടും ഒരു പ്രയോജനം കിട്ടാതെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഈ ലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞാൽ ഡാൻഡ്രഫ് അല്ല, സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിക്ക് ഒരു HF ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഒരു പൗഡർ മസാജ് ചെയ്തതിന് ശേഷം ആന്റി ഡാൻഡ്രഫ് പാക്ക് ചെയ്യുകയാണ് വേണ്ടത്. പലപ്പോഴും ആളുകൾ ഈ തലയിൽ പൊടിയും അതുപോലെ തന്നെ സ്കെയിൽസ് ഒക്കെ കാണുമ്പോൾ താരനാണെന്ന് വിചാരിച്ചിട്ട് ഈ മാർക്കറ്റിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ പരസ്യം കാണുന്ന ഏതെങ്കിലും എണ്ണയും അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ വാങ്ങിച്ചിട്ട് ഒരെണ്ണ ഉപയോഗിച്ചിട്ട് അത് പ്രയോജനം കിട്ടാതെ വരുമ്പോൾ എണ്ണകൾ മാറ്റി മാറ്റി ഉപയോഗിക്കും, വേറെ കമ്പനികളുടെ ഉപയോഗിക്കും, വേറെ ഷാമ്പൂ ഉപയോഗിക്കും. എന്നിട്ടും പ്രയോജനം കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ശരിക്കും ഈ തലയിൽ ഉണ്ടാകുന്ന ഈ പൊടി അല്ലെങ്കിൽ സ്കെയിൽസ് എന്ന് പറഞ്ഞത് ഡാൻഡ്രഫ് മാത്രമല്ല, ഡാൻഡ്രഫ് കൊണ്ടാണ് കൂടുതൽ ഉണ്ടാകുന്നത്. എന്നാൽ പോലും ഡാൻഡ്രഫ് കൊണ്ട് ഉണ്ടാവും, അതുപോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ സ്കാബ് സോറിയാസിസ് ആവാം, അല്ലെങ്കിൽ ഈ ടീനി ക്യാപിറ്റിസ് പോലെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവാം. അപ്പോൾ കൃത്യമായി തന്നെ ഇതിനെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എണ്ണ ആദ്യഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ ഉപയോഗിക്കുമ്പോൾ അത് കൂടും. ഇനി സ്കാബ് സോറിയാസിസ് ആണെങ്കിൽ അതിന് വേറെ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെങ്കിൽ മാത്രമേ അതിന് പ്രയോജനം കിട്ടൂ. അപ്പോൾ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലയിൽ പൊടിയോ അല്ലെങ്കിൽ സ്കെയിൽസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും എണ്ണ വാങ്ങിച്ച് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏതെങ്കിലും എണ്ണ വാങ്ങിച്ച് ഉപയോഗിച്ചു എന്ന് തന്നെ ആയിരിക്കട്ടെ, ആ എണ്ണ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് പ്രയോജനം കിട്ടിയില്ലെങ്കിൽ ഈ എണ്ണകൾ മാറി മാറി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഷാമ്പു മാറി മാറി ഉപയോഗിക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോകാതെ കൃത്യമായി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് അതിനെ വേർതിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.